ബേസിക്സ് ഓഫ് C++. നമ്മൾ ഈ വീഡിയോയിൽ അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ചാപ്റ്റർ 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ +1 പഠിച്ചിട്ടുള്ള ടോപ്പിക്സ്, അതായത് +1 നമ്മൾ കവർ ചെയ്തിട്ട് C++ പ്രോഗ്രാമിംഗ് ഒന്ന് റിവിഷൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു, നമ്മൾ ഒന്നും കൂടെ അത് റീച്ച് ചെയ്യാം നമുക്ക്. അപ്പോൾ C++ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ഏതൊരു ഭാഷയെപ്പോലും ലാംഗ്വേജ് നമുക്കറിയാം കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അല്ലേ. C++ എന്താണ്? ഇറ്റ് ഈസ് ആൾസോ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. കമ്പ്യൂട്ടറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഭാഷയാണ് ഏത്? C++. അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. സോ ഭാഷ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് സംസാരിക്കാനല്ല, നമ്മൾ കമ്പ്യൂട്ടറിൽ ഏതിലൂടെയാണ് സംസാരിക്കുന്നത്? പ്രോഗ്രാം എഴുതിയിട്ടാണ്. പ്രോഗ്രാംസ് ആണ്, സിസ്റ്റത്തിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് അല്ലേ. സോ പ്രോഗ്രാം എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് എന്ത്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ലാംഗ്വേജാണ് C++. അപ്പോൾ ഏതൊരു ഭാഷ, ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഏതൊരു ഭാഷയ്ക്കും എന്തുണ്ട്? അതിന് അക്ഷരമാലയുണ്ട് അല്ലേ, ഗ്രാമറുണ്ട്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അർത്ഥം വെച്ചാണ് നമ്മൾ സംസാരിക്കാറ് അല്ലേ, അതിൻ്റെയൊക്കെ മീനിങ് നോക്കിയിട്ടാണ് നമ്മൾ പറയാറ്. സോ അങ്ങനെയുള്ള വല്ലാതെ ഡീപ്പിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മൾ C++മായി പരിചയപ്പെടുന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, അതിൽ ആദ്യത്തേതാണ് ക്യാരക്ടർ സെറ്റ്. ക്യാരക്ടർ സെറ്റ് സാധാരണ അക്ഷരമാല പോലെ എന്തൊക്കെയാണ് ഒരു C++ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് എന്തൊക്കെയാണ്. സോ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഓഫ് C++ ലാംഗ്വേജ് ആണ് ക്യാരക്ടർ സെറ്റ്. സോ ക്യാരക്ടർ സെറ്റ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A to Z, സ്മോൾ ലെറ്റർ A to Z, അതേപോലെ ക്യാപിറ്റൽ A to Z, A മുതൽ Z വരെയുള്ള ലെറ്റേഴ്സ്, ആൽഫബറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും. ഡിജിറ്റ്സ് 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് യൂസ് ചെയ്യും. അതേപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, കീബോർഡിൽ കാണുന്ന ഒരുപാട് സിമ്പിൾസ് നിങ്ങൾ കാണാറില്ലേ, സെമികോളൻ, ഹാഷ്, കോളൻ, ഗ്രേറ്റർ ദാൻ, ബ്രാക്കറ്റ്, അങ്ങനെയുള്ള കീബോർഡിലുള്ള സിമ്പിൾസ് എല്ലാം തന്നെ ഒരുവിധ മെജോറിറ്റി സിമ്പിൾസ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നുണ്ട്, C++ൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കീബോർഡിൽ കാണുന്ന മറ്റ് കീ ലൈക്ക് എൻ്റർ കീ, ന്യൂ ലൈൻ, സ്പേസ് ബാർ, ടാബ്, ഇങ്ങനെയുള്ള കോമൺ ആയിട്ട് പറയുന്നതാണ് വൈറ്റ് സ്പേസസ്. അപ്പോൾ നമുക്ക് ക്യാരക്ടർ സെറ്റ് 4 ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, വൈറ്റ് സ്പേസസ്. ഇതെല്ലാം എന്തിൽ ഉൾപ്പെടുത്താം? ഒരു C++ പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ അതാണ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ് നമുക്ക് C++ ആവശ്യം നോക്കാം. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടോക്കൺസ്. സോ ടോക്കൺസ് ഇസ് എ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് C++ പ്രോഗ്രാംസ്. C++ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ തറക്കല്ല് എന്ന് പറയുന്ന ടോക്കൺസ് ആണ്. ടോക്കൺസ് വെച്ചിട്ടാണ് നമ്മൾ C++ പ്രോഗ്രാം ബിൽഡ് ചെയ്തുണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ അത്രയും അത്യാവശ്യമാണ്. C++ പ്രോഗ്രാമിലെ ഫണ്ടമെൻ്റൽ ആയിട്ട് ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോക്കൺസ്. അല്ലെങ്കിൽ ടോക്കൺസ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാം, അതായത് പ്രോഗ്രാമിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് എന്നും പറയാം. സോ ഇത് ക്ലാസിഫൈ ചെയ്തത് ടോക്കൺസ് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ക്ലാസിഫൈഡ് ഇൻടു കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. ഇതെല്ലാം എന്താണ്? ടോക്കൺസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. വാട്ട് ഈസ് എ ടോക്കൺ? Token is a basic building blocks of C++ programs. Okay, so different types of tokens പറയുമ്പോൾ keywords, identifiers, literals, punctuators, operators. ഈ 5 എണ്ണം നമുക്ക് എന്താണ് പറയാം. ആദ്യത്തെ ആളാണ് കീവേഡ്. കീവേഡ് എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് വേർഡ്സ് ദാറ്റ് കൺവേ സ്പെഷ്യൽ മീനിങ്സ് ടു ദ ലാംഗ്വേജ് കമ്പൈലർ. C++ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നത് കമ്പൈലറാണ്. ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. കമ്പൈലർ എന്താ ചെയ്യുക? ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജായി കൺവേർട്ട് ചെയ്യുന്നതാണ് കമ്പൈലർ. അപ്പോൾ ഈ കമ്പൈലർ C++ കമ്പൈലറിന് കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ഓൾറെഡി അതിന് സ്പെസിഫിക് മീനിങ് കൊടുത്ത് നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ആ ജോലിക്ക് മാത്രമേ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. ആ ടേംസ് മെയിലിൽ അത് ആ രീതിയിൽ തന്നെ നമ്മൾ എഴുതണം. അതിൽ ചെറിയ എറർ ഉണ്ടെങ്കിൽ പ്രോഗ്രാം റൺ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ എല്ലാ കീവേഡ്സും സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഒരുവിധം എല്ലാ കീവേഡ്സ് സ്മോൾ ലെറ്റേഴ്സിലായിരിക്കും ഉണ്ടാവുക. സ്മോൾ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ലോവർ കേസ് ലെറ്റേഴ്സിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ചില എക്സാമ്പിൾസ് പറയാം നമുക്ക്.
ഇൻഡ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇൻഡ് ഇൻറ്റീജർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇൻഡ്. ഈഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഈഫ്. ഫോർ അല്ലേ, ഫോർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിലാണ് ഫോർ. ഇങ്ങനെ ഒരുപാട് കീവേഡുകൾ ഏതിലുണ്ട്? C++ പ്രോഗ്രാമിലുണ്ട്. അപ്പോൾ കീവേഡ് പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്പെസിഫൈ പറയും ദിസ് ഇസ് എ കീവേഡ്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറയും കീവേഡാണത്. അപ്പോൾ അത് മാറ്റാൻ പാടില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല, ക്യാപിറ്റൽ ലെറ്റർ ആവാൻ പാടില്ല. അത് അതേപോലെ തന്നെ നമ്മൾ പഠിക്കണം. ബിക്കോസ് ഇറ്റ് ഇസ് റിസർവ്ഡ് വേർഡ്സ് ദാറ്റ് ഹാവ് സം സ്പെഷ്യൽ മീനിങ്സ്. അതിന് കുറച്ച് മീനിങ്സ് ഉള്ള സ്പെസിഫിക് മീനിങ്സ് ഉള്ള റിസർവ്ഡ് ആയ വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടോക്കൺ ആണ് എന്ത്? കീവേഡ്. രണ്ടാമത്തെ ടോക്കൺ ഐഡൻറ്റിഫയർ. നമ്മൾ ഒരുപാട് പേരുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് വേരിയബിൾസിന് പേര് കൊടുക്കാറുണ്ട് അല്ലേ? നിങ്ങൾ പഠിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അറേക്ക് പേര് കൊടുക്കേണ്ട ആവശ്യം വരും, ഫങ്ഷൻസിന് പേര് കൊടുക്കേണ്ട ആവശ്യം വരും. ഇങ്ങനെ നമുക്ക് പല സ്ഥലങ്ങളിൽ പേര് കൊടുക്കാൻ ആ പേരുകൾക്കൊക്കെ കോമൺ ആയിട്ട് പറയുന്ന നെയിമാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. പേര് ചിട്ടൊന്നും വേണ്ട. ഐഡൻറ്റിഫയേഴ്സ് ആർ ദ നെയിംസ്, യൂസർ ഡിഫൈൻഡ് നെയിം, നമ്മൾ കൊടുക്കുന്ന പേരുകളാണ്. ടു ഐഡൻറ്റിഫൈ മെമ്മറി ലൊക്കേഷൻസ്, ഫങ്ഷൻസ്, വേരിയബിൾസ് എക്സെട്ര. അപ്പം മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെമ്മറി. അപ്പം മെമ്മറീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ പേരാണ് കൊടുക്കാറ്. അപ്പം ഇങ്ങനെയുള്ള പേരൊക്കെ നമ്മൾ തന്നെ കൊടുക്കാറ്, പ്രോഗ്രാമിലൂടെ നമ്മൾ റൈറ്റ് ചെയ്യാറ്. അപ്പം അങ്ങനെ യൂസർ ഡിഫൈൻഡ് നെയിംസ് ഗിവൻ ടു ഐഡൻറ്റിഫൈ മെമ്മറി ലൊക്കേഷൻസ്, ഫങ്ഷൻസ്, വേരിയബിൾസ്, ഇതിനൊക്കെ കോമൺ ആയിട്ട് ഇതിന് പറയുന്ന പേരാണ് ഐഡൻറ്റിഫയർ. സോ ഐഡൻറ്റിഫയറിന് പേര് കൊടുക്കാൻ ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമുക്ക് തോന്നിയ പോലെ ഒന്നും പേര് കൊടുക്കാൻ പറ്റില്ല, ചില റൂൾസിലൂടെ വേണം. ആ ഒരു പേരിൻ്റെ അകത്ത് ആകെ വരാൻ ഇൻക്ലൂഡ്സ് ഓൺലി ആൽഫബെറ്റ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. വേറെ ഒന്നും പറ്റില്ല. ആൽഫബെറ്റ്സ് A to Z ഏതോ ആൽഫബെറ്റും കൊടുക്കാം, ഡിജിറ്റ്സ് 0 to 9 വരെ ഏത് ഡിജിറ്റും ഉൾപ്പെടുത്താം. അതുപോലെ പിന്നെ സ്പെഷ്യൽ സിമ്പിൾ ആരും മാത്രമേ പാടുള്ളൂ, അണ്ടർസ്കോർ മാത്രമേ പറ്റുള്ളൂ, വേറെ ഒരു സിമ്പിളും പാടില്ല. അങ്ങനെയാണെങ്കിൽ ഐഡൻറ്റിഫയറിൽ എറർ വരും, പേരുകളിൽ എറർ സംഭവിക്കും. അപ്പോൾ ഐഡൻറ്റിഫയർ ഇൻക്ലൂഡ്സ് ആ കൊടുക്കുന്ന യൂസർ ഡിഫൈൻ നെയിംസിൽ എന്ത് മാത്രമേ പറ്റുള്ളൂ? ആൽഫബെറ്റ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. ബാക്കി സിമ്പിൾസോ ബാക്കിയുള്ള ഒന്നും അലൗഡ് അല്ല. ഓക്കെ, രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ മസ്റ്റ് ബി ആൻ ആൽഫബെറ്റ് ഓർ ആൻ അണ്ടർസ്കോർ. ഒരു പേര് തുടങ്ങുമ്പോൾ ഒന്നെങ്കിൽ ഒരു ആൽഫബെറ്റ് ആവാം അല്ലെങ്കിൽ അണ്ടർസ്കോർ ആവാം. എന്ത് പാടില്ല? ഒരു ഡിജിറ്റ് വെച്ച് തുടങ്ങാൻ പാടില്ല ഒരു പേര്. മനസ്സിലായോ? ഒരു പേര് തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് വെച്ച് തുടങ്ങാം? ആൽഫബെറ്റ് അല്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ച് തുടങ്ങാം. ഒരിക്കലും ഒരു ഡിജിറ്റ് വെച്ച് ആ പേര് തുടങ്ങാൻ പാടില്ല, അതും എററാണ് ഉണ്ടാവുക. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ കീവേഡ്സ് ആൻഡ് അതർ സിംബൽസ് വിൽ നോട്ട് അലൗഡ്. കീവേഡുകൾക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്പെഷ്യൽ മീനിങ് ഉള്ള റിസർവ്ഡ് വേർഡ്സ് ആണ്. ഒരിക്കലും ഒരു കീവേഡ് എന്തായി കൊടുക്കാൻ പാടില്ല? ഐഡൻറ്റിഫയർ ആയിട്ട് കൊടുക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഫോറിനൊരിക്കലും നമുക്ക് വേരിയബിൾ നെയിമായി യൂസ് ചെയ്യാൻ പാടില്ല, കാരണം ഫോർ ഒരു കീവേഡാണ്. ഇനി ഒരുപാട് റൂൾസ് ഉണ്ട്, അതിൽ മെയിനായിട്ടുള്ള 3 റൂൾസ് മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് പറയാൻ? ഒരു പേര് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ കൊടുക്കുന്ന യൂസർ ഡിഫൈൻ നെയിംസിന് നമ്മൾ പറയുന്ന പേരാണ് ഐഡൻറ്റിഫയേഴ്സ്. ഓക്കെ, സോ ഐഡൻറ്റിഫയേഴ്സ് ആർ ദ യൂസർ ഡിഫൈൻ നെയിംസ് ടു ഐഡൻറ്റിഫൈ ദ മെമ്മറി ലൊക്കേഷൻസ്, ഫങ്ഷൻസ്, വേരിയബിൾസ്, അറേ എക്സെട്ര. അതിനൊക്കെ യൂസ് ചെയ്യുന്നത് ആ പേരുകളെയാണ് കോമൺ ആയിട്ട് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. അത് സെക്കൻഡ് ടോക്കൺ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കീവേഡ് പറഞ്ഞു, ഐഡൻറ്റിഫയർ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ടോക്കൺ ആരാ നോക്കാം? ലിറ്ററൽസ്. സോ ലിറ്ററൽസ് ആർ ദ ടോക്കൺസ് ദാറ്റ് ഡു നോട്ട് ചേഞ്ച് ദിയർ വാല്യൂ ഡ്യൂറിങ് ദ പ്രോഗ്രാം റൺ. അതായത് കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ, കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സഡ് വാല്യൂ, ആ വാല്യൂ ഒരിക്കലും മാറില്ല. സോ പ്രോഗ്രാമിൻ്റെ അകത്ത് ഒരിക്കലും ചേഞ്ച് ചെയ്യാത്ത, ഒരിക്കലും വാല്യൂ കൊടുത്താൽ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത വാല്യൂസിനെയാണ് എന്ത് പറയുന്നത്? ലിറ്ററൽസ് എന്ന പേരിൽ പറയുന്നത്. ടോക്കൺസ് ദാറ്റ് ഡു നോട്ട് ചേഞ്ച് ദിയർ വാല്യൂ ഡ്യൂറിങ് ദ പ്രോഗ്രാം റൺ. പ്രോഗ്രാം റൺ ആകുമ്പോൾ എന്താവില്ല? അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് കോൺസ്റ്റൻസ്. അത് നമ്മൾ കോൺസ്റ്റൻ്റ് എന്നും പറയും. കോൺസ്റ്റൻറ്റ് സ്ഥിരമായ വാല്യൂ ആണ് ഉണ്ടാവുക. സോ അങ്ങനെയുള്ള ടോക്കൺസിന് പറയുന്ന പേരാണ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. സോ ലിറ്ററൽസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം 4ആയിട്ട്. ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇൻറ്റീജർ ലിറ്ററൽ എന്ന് പറയാം. കോൺസ്റ്റൻറ്റിൻ്റെ തന്നെയാണ് ലിറ്ററൽ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്. ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റീജേഴ്സ് ആർ ദ റിയൽ നമ്പേഴ്സ് വിത്തൗട്ട് ഡെസിമൽ വാല്യൂ. ദശാംശം ഇല്ലാത്ത നമ്പേഴ്സിനെയാണ് എന്താ പറയുന്നത്? ഇൻറ്റീജേഴ്സ് അല്ലേ? 34 + 34 -78 ഇങ്ങനെയുള്ള വാല്യൂസൊക്കെ ഫിക്സഡ് വാല്യൂസാണ്. അതൊരിക്കലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാറില്ല, അതൊരു ഫിക്സഡ് ആയിട്ടാണ് കൊടുക്കാറ്. സോ ദിറ്റ് ഈസ് നോൺ ആസ് ഇൻറ്റീജർ കോൺസ്റ്റൻസ്.
രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ്. ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ദശാംശമുള്ള നമ്പേഴ്സ്, ഡെസിമൽസ് ഉള്ള നമ്പേഴ്സാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ നോക്കൂ, -5.6, 4 + 4.9 ഇങ്ങനെ പറയുന്ന ദശാംശമുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ് എന്ന് പറയാം. അടുത്തത് ക്യാരക്ടർ കോൺസ്റ്റൻസ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അറിയാം, ആൽഫബറ്റ്സിനെ നമ്മൾ ക്യാരക്ടർ എന്ന് പറയാം അല്ലേ. ഈ ക്യാരക്ടർ കോൺസ്റ്റൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് സിംഗിൾ കോട്ട്സിൽ കൊടുക്കണം കേട്ടോ. സിംഗിൾ കോട്ട്സ്, എ എന്നുള്ള ഞാൻ സിംഗിൾ കോട്ട്സിൽ കൊടുത്തു, എച്ച്, ഇങ്ങനെ ഓരോ സിംഗിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോട്ട് ഈസ് നോൺ ആസ് ക്യാരക്ടർ കോൺസ്റ്റൻസ്. എ ക്യാരക്ടർ വിച്ച് ഇസ് എൻക്ലോസ്ഡ് ഇൻ എ സിംഗിൾ കോട്ട്സ് ഈസ് നോൺ ആസ് എ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. വെറുതെ ഒരു എന്ന് എഴുതാൻ പറ്റില്ല. ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ എ എന്തിൽ എഴുതണം, സിംഗിൾ കോട്ട്സിൽ വേണം നമ്മൾ എഴുതാൻ. ക്ലിയർ ആയോ? നാലാമത്തെ ക്ലാസിഫിക്കേഷനാണ് സ്ട്രിങ് കോൺസ്റ്റൻറ്റ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുക. ഇപ്പോൾ ഗുഡ് ഒരു ക്യാരക്ടറാണോ? അല്ല, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ. GOOD ഗുഡ്, ഹായ് HAI ഹായ്, ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് കൊടുക്കുന്ന സമയത്ത് അത് ഡബിൾ കൊട്ടേഷനിൽ കൊടുക്കണം. സോ ഇറ്റ് ഈസ് എ സ്ട്രിങ് കോൺസ്റ്റൻസ്. അപ്പോൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്തിൽ കൊടുക്കണം, സിംഗിൾ കോട്ട്സിൽ കൊടുക്കണം. സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്തിൽ കൊടുക്കണം, ഡബിൾ കോട്ട്സിൽ കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് എന്തായി കൺസിഡർ ചെയ്യുള്ളൂ, സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ലിറ്ററൽസ് ഈസ് നത്തിങ് ബട്ട് എ കോൺസ്റ്റൻറ്റ്. സ്ഥിരമായ വാല്യൂ പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴൊന്നും ആ വാല്യൂ ചേഞ്ച് ചെയ്യില്ല. അങ്ങനെ സ്ഥിരമായി കൊടുക്കുന്ന വാല്യൂസിനെ പറയുന്ന പേരാണ് കോൺസ്റ്റൻസ് അല്ലെങ്കിൽ ലിറ്ററൽസ്. ലിറ്ററൽസ് 4 ക്ലാസിഫൈ ചെയ്യാം: ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്, ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻറ്റ്, ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, സ്ട്രിങ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ടോക്കണാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ. ആദ്യം നമ്മൾ ആരെ പറഞ്ഞു, കീവേഡ്, ദെൻ ലിറ്ററൽ, കീവേഡ്, ദെൻ ആരെ നമ്മൾ തൊട്ട് പിന്നെ പറഞ്ഞത്, കീവേഡ് പറഞ്ഞു, ഐഡൻറ്റിഫയർ പറഞ്ഞു, മൂന്നാമത്തെ ആളാണ് ലിറ്ററൽ. ഇനി നാലാമത്തെ ആൾ ആരാ നോക്കാം, ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ. ഓപ്പറേറ്റർ എന്താണ്, എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പലുകളെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുക അല്ലേ. ഇപ്പോൾ 2ഉം 3ഉം കൂടെ കൂട്ടണം. കൂട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലസ് ആണ് അവിടെ ഓപ്പറേറ്റർ. ക്ലിയർ? 2ഉം 5ന് 4 കുറയ്ക്കണം എന്ന് പറയുമ്പോൾ കുറയ്ക്കുക പറയുമ്പോൾ ഇത് മൈനസ് ആണ് അവിടുത്തെ ഓപ്പറേറ്റർ അല്ലേ. സോ ദ സിമ്പിൾസ് ദാറ്റ് ടെൽസ് ദ കമ്പൈലർ അബൌട്ട് സം ഓപ്പറേഷൻസ്, ഇതിൻ്റെ ജോലി ചെയ്യണമെന്ന് പറയുന്ന ആ സിമ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് നമ്മൾ C++ൽ യൂസ് ചെയ്യുന്നുണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഇൻ C++. ഓപ്പറേറ്റർ എന്താണെന്ന് മനസ്സിലായില്ലേ, ദ സിമ്പിൾസ് ദാറ്റ് ടെൽ ദ കമ്പൈലർ അബൌട്ട് സം ഓപ്പറേഷൻസ്. ഇന്ന ജോലി ചെയ്യണം, ഇന്ന സിമ്പിൾ. പ്ലസ് കണ്ടാൽ അറിയാം, സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യുക, കൂട്ടുക ചെയ്യുക അല്ലേ. ഡിവിഷൻ കണ്ടാൽ അറിയാം, ഡിവിഷൻ. അപ്പോൾ ഏതൊക്കെയാണ് C++ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. സോ ക്ലാസിഫൈഡ് ഇൻ ടു ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, കാൽക്കുലേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് 5 എണ്ണാണുള്ളത്. ദേ ആർ പ്ലസ്, പ്ലസ് എന്തിനാണ്, അഡീഷൻ, മൈനസ്, സബ്ട്രാക്ഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ യൂസ് ചെയ്ത് സ്റ്റാർ ആണ്, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. C++ൽ എപ്പോഴും നിങ്ങൾ തെറ്റ് വരുത്തുക, മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു അല്ല, സ്റ്റാർ ഈസ് യൂസ്ഡ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ. ഡിവിഷന് യൂസ് ചെയ്യുന്നത് കണ്ടോ, ഇതാണ് ഡിവിഷൻ എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യുന്നത്, ഇത് മാറിപ്പോവരുത്, ഡിവിഷൻ. ഓക്കെ, എന്ത് ലാസ്റ്റ് വൺ ഇസ് മോഡുലോ ഡിവിഷൻ. എന്താ ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, റിമൈൻഡർ കിട്ടാൻ, ശിഷ്ടം കിട്ടാൻ അല്ലേ. ഇപ്പോൾ 4/2 എന്ന് പറയുമ്പോൾ എന്താ ആൻസർ എന്താണ്, 4/2 എന്ന് പറയുമ്പോൾ ആൻസർ എന്താ വരിക, 4ന്ന് 2 ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ കോഷ്യൻ്റ് കിട്ടും അല്ലേ, ഹരണഫലം കിട്ടും. എത്രയാണ്, 4/2, 2 ആണ് ആൻസർ വരിക. അവിടെ ശിഷ്ടം എന്താണ്, 0. അപ്പോൾ 4 മോഡുലോ ഓപ്പറേറ്റർ 2 എന്ന് പറയുമ്പോൾ റിസൾട്ട് എന്താ വരിക, 0 ആണ് വരിക, അതിൻ്റെ ശിഷ്ടം അല്ലെങ്കിൽ അതിൻ്റെ റിമൈൻഡർ. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ട 2 ഓപ്പറേറ്റേഴ്സ് മെയിനായിട്ട് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ, ഡിവിഷനും മോഡുലോ ഓപ്പറേറ്ററും. ഓക്കെ, അപ്പോൾ അങ്ങനെ 5 അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സാണ് ഉള്ളത്. ഏതൊക്കെയാണ്, പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, മോഡുലോ ഓപ്പറേറ്റർ. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് മനസ്സിലാക്കി വെക്കണം കറക്റ്റായിട്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതൊന്നും കൂടി എടുത്തൊന്ന് റിവൈസ് ചെയ്യുക കേട്ടോ. രണ്ടാമത്തെ ഓപ്പറേറ്ററാണ് റിലേഷണൽ ഓപ്പറേറ്റർ. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യാനാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുക, കമ്പാരിസൺ. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ശ്രദ്ധിക്കണം, ലെസ് ദാൻ ഈക്വൽ ടു അതിന് ശേഷമാണ്, മാത്സിൽ എഴുതുന്ന പോലെയല്ല നമ്മൾ ചെയ്യുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഈക്വൽ ടു പറയുന്ന സമയത്ത് ശ്രദ്ധിക്കണം, 2 ഈക്വൽ ടു ആണ് C++ൻ്റെ കേസിൽ ഈക്വൽ ടു.
ദെൻ നോട്ട് ഈക്വൽ ടു പറയുമ്പോൾ ഈ സിമ്പിൾ നോട്ട് ഈക്വൽ ടു. ഇങ്ങനെ 6 ഓപ്പറേറ്റേഴ്സാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. കമ്പയർ ചെയ്യുക. എ ഗ്രേറ്റർ ദാൻ ബി. എ ബിനേക്കാൾ വലുതാണോ ആണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ റിസൾട്ട് എപ്പോഴും എന്താ ഉണ്ടാവുക? ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അപ്പോൾ ഓക്കെ, ഫോർ എക്സാമ്പിൾ 6 ഗ്രേറ്റർ ദാൻ 2. ട്രൂ ആണോ ഫാൾസ് ആണോ? 6 2നേക്കാൾ വലുതാണോ? ആണ്. ആണെന്ന് പറയുമ്പോൾ എന്താ? ട്രൂ ആണ്. അപ്പോൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൻ്റെ റിസൾട്ട് എപ്പോഴും എന്താ വരിക? ട്രൂ ഓർ ഫാൾസ് ആണ് വരിക. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഓപ്പറേഷനാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. മെയിനായിട്ട് വരുന്നത് ആൻഡിന് കണ്ടോ ഡബിൾ ഓപ്പറേറ്ററാണ്, ഡബിൾ ആംപർസെൻ്റ് ആണ്. ആൻഡ്, ഓർ, നോട്ട്, അങ്ങനെ 3 ഓപ്പറേറ്റേഴ്സാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ആൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ 2 കണ്ടീഷൻ, 2 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ 3 ഗ്രേറ്റർ ദാൻ 4 ആൻഡ് 2 ലെസ് ദാൻ 5. അപ്പോൾ 2 കണ്ടീഷനാണ്. ആ 2 കണ്ടീഷനെയും കൂടെ കൂട്ടിച്ചേർക്കാനാണ് ആൻഡ് അല്ലെങ്കിൽ ഓർ യൂസ് ചെയ്യുക. ആൻഡ് എന്ന് പറയുന്ന സമയത്ത് 2 കണ്ടീഷൻ ട്രൂ ആയാലേ റിസൾട്ട് എന്താവുള്ളൂ? ട്രൂ ആവുള്ളൂ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ വർഷം. ഓർ ആണെങ്കിലോ ഏതെങ്കിലും ഒരു കേസ് ട്രൂ ആയാൽ മതി, റിസൾട്ട് എന്താവും? ട്രൂ ആവും അല്ലേ. ഇനി നോട്ട് എന്ത് ഓപ്പറേറ്ററാണ്? നോട്ടിൻ്റെ കൂടെ ഒരേ കേസ്, ഒരു കണ്ടീഷനെ യൂസ് ചെയ്യുള്ളൂ. നോട്ട് എ ഗ്രേറ്റർ ദാൻ ബി. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആയാൽ നോട്ട് എന്തായിരിക്കും ഉണ്ടാവുക? ഫോൾസ് ആയിരിക്കും ഉണ്ടാവുക. നോട്ട് അതിന് ഉൾട്ട പറയുക. നോട്ട് ട്രൂ പറയുമ്പോൾ ഫോൾസ്, നോട്ട് ഫോൾസ് എന്ന് പറയുമ്പോൾ ട്രൂ. ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ്, അതായത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ കമ്പൈൻ ചെയ്യിക്കാനാണ് ആര് യൂസ് ചെയ്യുക? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സായ ആൻഡ്, ഓർ, നോട്ട് യൂസ് ചെയ്യാം. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, നാലാമത്തെ ക്ലാസിഫിക്കേഷൻ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നിങ്ങൾ വിചാരിക്കുക നമ്മൾ ഈക്വൽ ടു പറയും. ഈക്വൽ ടു പറയരുത്. അത് ശരിക്കും എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു 4 നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ചെയ്യാറുണ്ട്. എ ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ 4 എന്നുള്ള വാല്യൂ എയിലേക്ക് സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻ ചെയ്യുക, അസൈൻ ദ വാല്യൂ. മനസ്സിലായോ? അസൈൻ ചെയ്യാനാണ് ആര് യൂസ് ചെയ്യുന്നത്? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. സി ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ ആരിലേക്ക് സ്റ്റോർ ചെയ്തു? സിയിലേക്ക് സ്റ്റോർ ചെയ്തു. RHSലെ വാല്യൂ LHSലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് യൂസ് ചെയ്യുക? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ശ്രദ്ധിക്കുക, ഈക്വൽ ടു സിംഗിൾ ഈക്വൽ ആണ്. പിന്നെ ഇൻക്രിമെൻറ്റ്, പ്ലസ് ഒരു പ്ലസ് അല്ല 2 പ്ലസ് വരും. എന്താ ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ എ ഈക്വൽ ടു എ പ്ലസ് 1. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു എ പ്ലസ് പ്ലസ് എന്ന് എഴുതാം. എ ഈക്വൽ ടു എ പ്ലസ് 1നെ എങ്ങനെ എഴുതാം? എ പ്ലസ് പ്ലസ്. അപ്പോൾ എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻ്റ് ആണ്. ബൈ 1 ഒന്ന് ആഡ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ എയുടെ വാല്യൂ 5 ആണ്. എ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ എന്തായി മാറിയിട്ടുണ്ടാവും? 6 ആയി മാറിയിട്ടുണ്ടാവും. അതിനോട് ഒന്ന് ആഡ് ചെയ്യും. 1 ആണ് ആഡ് ചെയ്യുക. ഇൻക്രിമെൻറ്റ്. ഡിക്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് കുറയുക ചെയ്യുക. എ മൈനസ് മൈനസ്. ഇപ്പോൾ എയുടെ വാല്യൂ 5 ആണ്. എ മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ എന്തായി മാറും? 4 ആയി മാറും. സോ അങ്ങനെ 2 ഓപ്പറേറ്റേഴ്സാണ്, ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററും ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററും. അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ഇത് വളരെ രസകരമായ ഓപ്പറേറ്ററാണ്. പ്ലസ് ഈക്വൽ കണ്ടാൽ തന്നെ അറിയാം അല്ലേ? മൈനസ് ഈക്വൽ, ഇൻറ്റു ഈക്വൽ, ഡിവ് ഈക്വൽ. ഇതെന്താ ചെയ്യുന്നത് അറിയോ? ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു എ പ്ലസ് 1 എന്ന് പറയുകയാണ്. എ ഈക്വൽ ടു എ പ്ലസ് 1. അപ്പോൾ അതിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത 2 ലെറ്റേഴ്സ് എ ആണ് അല്ലേ? എ ഈക്വൽ ടു എ പ്ലസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ഈക്വൽ ടു 1. ക്ലിയർ ആയോ? അതായത് എ ഈക്വൽ ടു എ എഴുതി നോക്കൂ. എ ഈക്വൽ ടു എ പ്ലസ് 1. അപ്പോൾ LHSും RHSും സ്റ്റാർട്ട് ചെയ്ത് 2 സെയിം വേരിയബിൾ ആണെങ്കിൽ നമുക്ക് അതിനെങ്ങനെ എഴുതാം? എ പ്ലസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി വേറെ ഫോർ എക്സാമ്പിൾ പറയാം. ബി മൈനസ് ഈക്വൽ ടു 1. അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക? ബി മൈനസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബി ഈക്വൽ ടു ബി മൈനസ് 1. അതിന് ഷോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് ഷോർട്ട് ഹാൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നും പറയും. ചെറുതാക്കുക, വലിയൊരു എക്സ്പ്രഷൻ ചെറുതാക്കുക. ക്ലിയർ ആവും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം LHSും RHSും ഒരേ വേരിയബിൾ വെച്ച് തുടങ്ങുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഷോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ വേറെ എക്സാമ്പിൾ എഴുതാം. സി ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ 5. എങ്ങനെ എഴുതാം? സി ഡിവിഷൻ ഈക്വൽ ടു 5. ക്ലിയർ ആയോ? ഓക്കെ, സോ ഇതാണ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾസ് that tells the compiler about some operations. Operation perform ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾസുകളെയാണ് നമ്മൾ എന്താ പറയുക? ഓപ്പറേറ്റർ. സോ മെയിൻലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഇൻ C++ ആർ അരിത്മെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ, ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ആൻഡ് അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ.
ഇനി ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ നമ്മൾ പറയുന്നുള്ളൂ. അടുത്ത നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ടോക്കൺ ആണ് അല്ലേ. അടുത്ത ടോക്കൺ ദ ലാസ്റ്റ് വൺ അല്ലേ. ആ ലാസ്റ്റ് ടോക്കൺ ആണ് പങ്ക്ച്വേറ്റേഴ്സ്. പങ്ക്ച്വേറ്റേഴ്സ് നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ, കുത്ത്, കോമ, സെമി കോളൻ ഇല്ലേ. അതിനെ തന്നെയാണ് നമ്മളിവിടെ പങ്ക്ച്വേറ്റേഴ്സ് പറയുക. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ലൈക്ക് കോമ, സെമി കോളൻ, ഹാഷ്, ബ്രേസസ് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള അത് സിമ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുക, പങ്ക്ച്വേറ്റേഴ്സ് എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ ടോക്കണിലായിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ടോക്കൺസ് ഒന്നും കൂടെ നമുക്കൊന്ന് ഓർമ്മിപ്പിക്കാം. ടോക്കൺസ് ആർ ദ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++ പ്രോഗ്രാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോക്കൺ? ഓർമ്മിച്ച് പറയൂ. ആദ്യത്തെ ടോക്കൺ ഏതാണ്? ഫസ്റ്റ് വൺ ഈസ് കീവേഡ്, സെക്കൻഡ് വൺ ഈസ് ഐഡൻറ്റിഫയർ, തേർഡ് വൺ ഈസ് ഏതാ നമ്മൾ പറഞ്ഞത്, ലിറ്ററൽസ്, ഫോർത്ത് വൺ ഓപ്പറേറ്റേഴ്സ്, ഫിഫ്ത്ത് വൺ പങ്ക്ച്വേറ്റേഴ്സ്. ഇതാണ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ടോക്കൺസ്, ബിൽഡിംഗ് ബ്ലോക്സ് ഇൻ C++. ഓക്കെ, അതതിൻ്റെ നമ്മൾ പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അടിസ്ഥാനമായിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സിനെയാണ് നമ്മൾ ഇത്രയും പരിചയപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു, ക്യാരക്ടർ സെറ്റും പഠിച്ചു, ടോക്കണും പഠിച്ചു. നമ്മൾ പുതിയൊരു അടുത്ത കൺസെപ്റ്റിലേക്ക് പോവുകയാണ്, ഡാറ്റ ടൈപ്പ്. എന്താണ് ഡാറ്റ ടൈപ്പ്? നമ്മളൊരു ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഡാറ്റ അല്ലേ. സോ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിലാണ്, നമുക്കറിയാം. ഡാറ്റ സ്റ്റോർ ചെയ്യണ്ടേ? ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? കമ്പ്യൂട്ടറിൻ്റെ അകത്ത് മെമ്മറിയിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ആ ഡാറ്റയുടെ ടൈപ്പ് എന്താ? ഡാറ്റകൾ പലതരത്തിലുണ്ട്. എന്തൊക്കെയാണ് പലതരത്തിലുള്ള ഡാറ്റ? ഇൻറ്റീജർ ഡാറ്റയുണ്ട് അല്ലേ, ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ പറഞ്ഞാൽ ഡെസിമൽ വാല്യൂസുള്ള ഡാറ്റയുണ്ട്, പിന്നെന്താണുള്ളത്, ക്യാരക്ടർ ഉണ്ട്, സ്ട്രിങ് ഉണ്ട്, ഇനി ഒന്നുമില്ല എന്നുണ്ടാവാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഡാറ്റകളെ ടൈപ്പ് എന്താ എന്ന് സ്പെസിഫൈ ചെയ്യുന്നതിനെയാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുക. മനസ്സിലായോ? നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ ടൈപ്പ് എന്താണ്? സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഡാറ്റ. അതാണ് ശ്രദ്ധിക്കുക, പേരിൽ തന്നെ ഉണ്ട് കേട്ടോ, ഡാറ്റ ടൈപ്പ് അല്ലേ, ടൈപ്പ് ഓഫ് ദ ഡാറ്റ. ഇത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെയിനായിട്ട് ശരിക്കും രണ്ടായിട്ടല്ല കേട്ടോ, നിങ്ങൾക്ക് പറയുന്നത് മെയിൻലി രണ്ടെണ്ണമാണ്, ശരിക്കും മൂന്നെണ്ണം ഉണ്ട്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്, മൂന്നാമത്തെ ആണ് ഡിറൈവ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, അതിൽ നമ്മൾ പഠിച്ചത് മുഴുവൻ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പാണ്. മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫണ്ടമെൻ്റൽ അത്യാവശ്യമായിട്ടുള്ള ഡാറ്റ ടൈപ്പ്. അത് നമുക്കറിയാം. ആരൊക്കെയാണ്? കണ്ടോ, ഞാനത് ആ കീവേഡുകളാണ്, ഇതെല്ലാം കീവേഡാണ്. ഞാൻ ആ കളർ മാറ്റിയിട്ടുള്ളത് കീവേഡ്സ് ആണ്. ഇൻഡ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യാണ്? ഇൻറ്റീജർ ആണ് തെളിയിക്കുകയാണ്. ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ദശാംശമില്ലാത്ത നമ്പേഴ്സ് ആണ്, റിയൽ ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലേ, വിത്തൗട്ട് എനി ഡെസിമൽ പാർട്ട്, അതാണ് ഇൻറ്റീജർ. ക്യാർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരക്ടർ അല്ലേ. ക്യാരക്ടർ നമ്മൾ പറഞ്ഞു, സിംഗിൾ ആയിട്ടുള്ള ലെറ്റേഴ്സ് എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോട്ടിനെയാണ് ക്യാർ എന്ന് പറയുക. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഡെസിമൽ വാല്യൂസ് ഉള്ള നമ്പേഴ്സ്, 2.5, 3.7 എന്നൊക്കെ പറയുന്ന വാല്യൂസ്, അതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെയാണ്, അതിൻ്റെ കീവേഡാണ് ഫ്ലോട്ട്. ഡബിൾ എന്ന് പറഞ്ഞാൽ ഹൈ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആണ്. ഈ ഫ്ലോട്ടിന് ഏതാണ്ട് ഒരു പോയിന്റ്, ഒരു ദശാംശം, ഇപ്പോൾ 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിന്റിന് ശേഷമാണ് അതിൻ്റെ പ്രിസിഷൻ, അതിന് എത്ര വാല്യൂസ് വരെ അക്സെപ്റ്റ് ചെയ്യും എന്ന് പറയുന്നത് അല്ലേ. ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസിൻ്റെ കേസിൽ 2 പോയിന്റ് ഒരു 7 ഡിജിറ്റ് വരെ അതിൻ്റെ പ്രിസിഷൻ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതിനേക്കാൾ ഹൈ പ്രിസിഷൻ വാല്യൂ സ്റ്റോർ ചെയ്യാനാണ് ആര് യൂസ് ചെയ്യുക? ഡബിളിന് ഏതാണ്ട് ഒരു 15 ഡിജിറ്റ് വരെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് പോയിന്റിന് ശേഷം. ക്ലിയർ ആവുന്നുണ്ടോ? പോയിന്റിന് ശേഷം ഏതാണ്ട് 15 ഡിജിറ്റ്സ് വരെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവ്, സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ഡബിൾ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിനുണ്ട്. വോയിഡ് എന്താണ്? നത്തിങ്, ഒന്നുമില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ത്? വോയിഡ്. അപ്പോൾ 5 ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പാണുള്ളത്: ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഈ ഡാറ്റ ടൈപ്സിനെ നമുക്ക് വേണമെങ്കിൽ ലെങ്ത്ത് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ പറ്റും. മനസ്സിലാവണുണ്ടോ? കാരണം ഈ ഇൻറ്റീജർ എന്ന് പറഞ്ഞ ഡാറ്റ, അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ യൂസ് ചെയ്യുന്നത്, കുറച്ച് അതിൻ്റെ കൂടെ കൂട്ടാനുള്ള കുറച്ച് കീവേഡുകളും കൂടെ ഉണ്ട്. അവയെ പറയുന്ന പേരാണ് ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മൾ ഡാറ്റ ടൈപ്സ്, ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിന് കൂടെ അതിൻ്റെ മെമ്മറി കപ്പാസിറ്റി കൂട്ടാനും ചെയ്യാം കുറയ്ക്കാനും ചെയ്യാം, അതിൻ്റെ സൈസ് കൂട്ടുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡുകളാണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡുകളെയാണ് നമ്മൾ എന്ത് പറയുക? ടൈപ്പ് മോഡിഫയേഴ്സ്. മെയിൻലി 4 ടൈപ്പ് മോഡിഫയേഴ്സ് ആണത്: സൈൻഡ്, അൺസൈൻഡ്, ഷോർട്ട്, ലോങ്. സൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ നോക്കൂ, ഇപ്പോൾ പ്ലസും മൈനസും ഉൾപ്പെടുന്ന നമ്പേഴ്സ്, അപ്പോൾ അതിനാണ് നമ്മൾ സൈൻഡ് എന്ന് പറയാം.
അവിടെ പ്ലസിനെയും മൈനസിനെയും നമ്പർ സിസ്റ്റം ഒക്കെ നിങ്ങൾ കണക്കിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ? നമ്പർ സിസ്റ്റം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് പ്ലസ് 0 അതിൻ്റെ പോസിറ്റീവ് നമ്പേഴ്സ് നെഗറ്റീവ് നമ്പേഴ്സ് അങ്ങനെ സൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് സൈൻഡ് എന്ന് പറയാം. അൺസൈൻഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല, സൈൻ ഇല്ല. അപ്പോൾ 0 വെച്ചിട്ടേ തുടങ്ങുള്ളൂ. അപ്പോൾ വാല്യൂവിൻ്റെ കപ്പാസിറ്റി കുറച്ച് കൂടുക ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ സൈൻ റെപ്രസെൻറ്റ് ചെയ്യേണ്ട. നമ്പർ സിസ്റ്റത്തിൽ 0 മുതൽ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അൺസൈൻഡ്. ഷോർട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് കുറയ്ക്കുക, ആ സൈസ് ഒന്ന് കുറയ്ക്കുക. അത്ര വേണ്ട, ഇത്ര ചെറിയ നമ്പറാണ്. ഇപ്പോൾ ഏജ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏജ് ഒക്കെ നമുക്കറിയാം മാക്സിമം പോയി കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, 100 ഒക്കെ അല്ലേ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നത് വളരെ റയർ കേസാണ്. അപ്പോൾ ഷോർട്ട് വാല്യൂസ് അതിൽ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. ലോങ് എന്ന് പറയുമ്പോൾ എന്താണ്, കപ്പാസിറ്റി കൂടുകയാണ്. അപ്പോൾ ഇൻറ്റീജറിൻ്റെ ഒക്കെ കപ്പാസിറ്റി ഉണ്ട് 32,768 വരെയുള്ള വാല്യൂ. അത്രയും മാത്രമേ ഇൻറ്റീജറിൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അതിനേക്കാൾ ഹയർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ അപ്പോൾ ഇൻറ്റീജറിൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി, ലോങ് ഇൻഡ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അതിനേക്കാൾ ഹയർ ആയിട്ടുള്ള വാല്യൂ ആഡ് ചെയ്യല മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം. ആ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പോൾ ഇൻറ്റീജറിന് 32,768 വരെയുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനേക്കാൾ ഹയർ ആയിട്ടുള്ള വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇൻറ്റിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി, ലോങ് ഇൻഡ് ആഡ് ചെയ്താൽ മതി. അതിൻ്റെ കപ്പാസിറ്റി സ്വാഭാവികമായിട്ട് ഇൻക്രീസ് ആവും. അപ്പോൾ അങ്ങനെ ഡാറ്റ ടൈപ്പിൻ്റെ കൂടെ നിന്ന് അതിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ മെമ്മറി സൈസ് മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടൈപ്പ് മോഡിഫയേഴ്സ്. ടൈപ്പ് മോഡിഫയേഴ്സ് 4ആണുള്ളത്: സൈൻഡ്, അൺസൈൻഡ്, ഷോർട്ട്, ലോങ്. ഡാറ്റ ടൈപ്പ് വളരെ പ്രധാനപ്പെട്ടൊരു ഫാക്ടറാണ് നമ്മുടെ C++ൻ്റെ കേസിൽ കേട്ടോ. അപ്പോൾ അത് പഠിച്ചിരിക്കണം. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ഒക്കെ നിങ്ങൾ വരും ക്ലാസ്സുകൾ പഠിക്കും. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ അറേ ഒക്കെ പഠിച്ച ആൾക്കാർക്ക് അറിയാം. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിന് എക്സാമ്പിളാണ് അറേ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ കൂടുതൽ പറയുക. ആ ടോപ്പിക്കിലെത്തുമ്പോൾ നമുക്ക് അപ്പോൾ പറയാം. ഓക്കെ, ഇനി അടുത്ത കൺസെപ്റ്റ്. അപ്പോൾ ഡാറ്റ ടൈപ്പ് കഴിഞ്ഞു. അടുത്ത കൺസെപ്റ്റ് എക്സ്പ്രഷൻ. എക്സ്പ്രഷൻസ് ആർ ദ യൂസ് ടു പെർഫോം ആൻ ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഓപ്പറേറ്റേഴ്സും ഉണ്ടാവും, ഓപ്പറൻറ്റും ഉണ്ടാവും. എന്താ ഓപ്പറൻറ്റ്? A+B അതൊരു എക്സ്പ്രഷനാണ്. A+B എന്ന് പറയുമ്പോൾ പ്ലസ് എന്താണ് അവിടെ, ഓപ്പറേറ്ററാണ്. ആ ഓപ്പറേറ്റർ പെർഫോം ചെയ്യുന്ന വാല്യൂസിന് ആ ഓപ്പറേഷൻ ഏത് വാല്യൂസിനാണ് പെർഫോം ചെയ്യുന്ന ആ വാല്യൂസിന് പറയുന്ന പേരാണ് ഓപ്പറൻറ്റ്. മനസ്സിലായോ? അപ്പോൾ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ എക്സ്പ്രഷനിൽ എന്തുണ്ടാവും, ഓപ്പറേറ്റേഴ്സും ഉണ്ടാവും, ഓപ്പറൻസും ഉണ്ടാവും. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരുപാട് എക്സ്പ്രഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ എക്സ്പ്രഷൻസ് ആർ യൂസ്ഡ് ടു പെർഫോം ആൻ ഓപ്പറേഷൻ. എക്സ്പ്രഷൻ കണ്ടെയ്ൻ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറൻസ് ടു പെർഫോം ആൻ ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി അതിൽ എന്തുണ്ടാവും, ഓപ്പറേറ്റേഴ്സും ഉണ്ടാവും, ഓപ്പറൻറ്റും ഉണ്ടാവും. മനസ്സിലായോ? കുറച്ച് നമുക്ക് ഡീപ്പായി പോവാം. സോ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻലി പറയുന്ന ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മെയിനായിട്ടുള്ള 3 എക്സ്പ്രഷൻസ് ആണ്: അരിത്തമെറ്റിക് എക്സ്പ്രഷൻ, റിലേഷണൽ എക്സ്പ്രഷൻ, ലോജിക്കൽ എക്സ്പ്രഷൻ. ഇത് കുറച്ചും നമ്മൾ കേട്ട ടേംസ് ആണ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഊഹം വന്നിട്ടുണ്ടാവും അല്ലേ. അരിത്തമെറ്റിക് എക്സ്പ്രഷൻസിൽ എന്തായിരിക്കും ഉണ്ടാവുക, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടുള്ള എക്സ്പ്രഷനാണ് എന്ത്, അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. റിലേഷണൽ എക്സ്പ്രഷൻസിൽ എന്തുണ്ടാവും, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് റിലേഷണൽ എക്സ്പ്രഷൻസ്. ലോജിക്കൽ എക്സ്പ്രഷൻസിൽ എന്തുണ്ടാവും, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വെച്ചുള്ള എക്സ്പ്രഷനാണ് ലോജിക്കൽ എക്സ്പ്രഷൻസ്. നമുക്കൊന്ന് നോക്കാം, നേരെ ഡീപ്പായി നോക്കാം. സോ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ കണ്ടെയ്ൻ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഏതൊക്കെയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്? പ്ലസ്, മൈനസ്, ഇൻറ്റു എന്ന് പറയുമ്പോൾ സ്റ്റാർ അല്ലേ, ഡിവ്, മോഡുലോ, ഇങ്ങനെയുള്ള 5 ഓപ്പറേറ്റേഴ്സ്. ഈ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് എക്സ്പ്രഷൻസ് നമ്മൾ പറയാം. സോ അവിടെ തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പറയുമ്പോൾ 2 വാല്യൂസേ വരുള്ളൂ. ഒന്ന് ഇൻറ്റീജർ വാല്യൂസും വരും, ഒന്ന് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസും വരും, അല്ലെങ്കിൽ റിയൽ വാല്യൂസും വരും. സോ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 ഇൻറ്റീജർ എക്സ്പ്രഷൻസ് ആൻഡ് റിയൽ എക്സ്പ്രഷൻസ്. ഇൻറ്റീജർ എക്സ്പ്രഷൻസ് പറഞ്ഞാൽ അതിൽ എന്ത് ഓപ്പറൻസാ, ഓപ്പറൻറ്റ്. എന്ത് ഓപ്പറൻ്റ് ആയിരിക്കും, അതിൻ്റെ വാല്യൂ ഇൻറ്റീജേഴ്സ് ആയിരിക്കും. ഇൻറ്റീജേഴ്സ് മാത്രമേ വരുള്ളൂ. ഇൻറ്റീജർ എക്സ്പ്രഷൻ കൺസിസ്റ്റ് ഓൺലി ഓഫ് ഇൻറ്റീജർ ഡാറ്റ ആസ് ഓപ്പറൻറ്റ്. അതിൻ്റെ റിസൾട്ടും എന്താണ് ഉണ്ടാവുക, ഇൻറ്റീജർ വാല്യൂ. നോക്കൂ, 3 + 4, 3ഉം 4ഉം ഇൻറ്റീജറാണ് അല്ലേ. 3 + 4 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക, 7. അതും എന്താണ്, ഇൻറ്റീജറാണ്. മനസ്സിലായോ? അപ്പോൾ ഇൻറ്റീജർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ അല്ലെങ്കിൽ ഓപ്പറൻറ്റ് എന്താണ്, ഇൻറ്റീജേഴ്സ് ആണ്. അതിൻ്റെ റിസൾട്ടും എന്താണ് ഉണ്ടാവുക, ഇൻറ്റീജറാണ് ഉണ്ടാവുക. ഇനി റിയൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ, ഇവിടെ പറയുന്ന വേറൊരു പേരാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻസ്. ദ ഓപ്പറൻസ് ആർ എന്തായിരിക്കും ഉണ്ടാവുക, ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആയിരിക്കും. നോക്കൂ, 5.5 + 2.3 രണ്ടും എന്താണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആണ്. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ ആൻസർ ഉണ്ടാവുക, പറയൂ.
7.8 അല്ലേ? 7.8 എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് എന്താ കിട്ടുക? ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള വാല്യൂസ്, അതിന് പറഞ്ഞാൽ റിയൽ എക്സ്പ്രഷൻസ്. ക്ലിയർ ആയോ? അപ്പോൾ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ കണ്ടെയ്ൻ അരിത്തമെറ്റിക് ഓപ്പറൻഡ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറൻഡ്. അവിടെ ഓപ്പറൻഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ഓപ്പറൻഡ് ആവാം അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറൻഡ് ആവാം. ഡിപ്പെൻസ് ഓൺ ഇറ്റ്. ദർ ആർ 2 ക്ലാസിഫിക്കേഷൻ, ഇൻറ്റീജർ എക്സ്പ്രഷൻസ് ആൻഡ് റിയൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ. ഓക്കെ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റിലേഷണൽ എക്സ്പ്രഷൻ. സോ റിലേഷണൽ എക്സ്പ്രഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ യൂസ് ചെയ്യുന്നത്? റിലേഷണൽ ഓപ്പറേറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, അല്ലേ? അങ്ങനെ 6 ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറയുന്നു റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വെക്കുന്ന സമയത്ത് അവിടെ എന്താ നടക്കുന്നത്? കമ്പാരിസൺ ആണ്, കമ്പയർ ചെയ്യാണ്. വലുതാണോ, ചെറുതാണോ, ഈക്വൽ ആണോ, നോട്ട് ഈക്വൽ ടു ആണോ? അപ്പോൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ റിസൾട്ട് എന്താണ്? അല്ല അല്ലെങ്കിൽ ആണ്, അല്ലേ? ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അപ്പോൾ റിസൾട്ട് എപ്പോഴും എന്തേ ഇവിടെ വരുള്ളൂ? ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അപ്പോൾ റിലേഷണൽ എക്സ്പ്രഷൻ കണ്ടെയ്ൻ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഇവിടെ പറയുന്ന റിസൾട്ട് ന്യൂമറിക്കൽ വാല്യൂ ആവാം അല്ലെങ്കിൽ ക്യാരക്ടറും ആവാം കേട്ടോ. എ ഗ്രേറ്റർ ദാൻ ബി അങ്ങനെയാവാം, അല്ലെങ്കിൽ ന്യൂമറിക്കൽ ആയിട്ടുള്ള വാല്യൂസ് ആവാം. 3 ഗ്രേറ്റർ ദാൻ 4. 3 ഗ്രേറ്റർ ദാൻ 4 ആണോ? അല്ലല്ലോ. 3 അല്ലല്ലോ 4 വരുന്നത്. റിസൾട്ട് എന്താണ് അവിടെ? ഫാൾസ്. 4 ഈക്വൽ ടു 5. 4 5 ഈക്വൽ ആണോ? അല്ല. റിസൾട്ട് എന്താണ്? ഫാൾസ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കമ്പയർ ചെയ്യുക. ഇപ്പോൾ ദിസ് ഈസ് എൻ എക്സ്പ്രഷൻ. ഇത് എന്ത് എക്സ്പ്രഷനാണ്? റിലേഷണൽ എക്സ്പ്രഷനാണ്. ഇങ്ങനെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വെച്ച് വരുന്ന എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? റിലേഷണൽ എക്സ്പ്രഷൻസ്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ലോജിക്കൽ എക്സ്പ്രഷൻസ്. ലോജിക്കൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വെച്ചുള്ള എക്സ്പ്രഷനാണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആരായിരുന്നു? ആൻഡ്, ഓർ, നോട്ട്. ഈ എക്സ്പ്രഷൻ്റെ പ്രത്യേകത ഇത് റിലേഷണൽ എക്സ്പ്രഷൻസിനെ കമ്പൈൻ ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ പറയില്ലേ 3 ഗ്രേറ്റർ ദാൻ 4, 4 ഈക്വൽ ടു 5, ഇതിനെ കമ്പൈൻ ചെയ്യിക്കുക. അപ്പോൾ 3 ഗ്രേറ്റർ ദാൻ 4 ആൻഡ് 4 ഈക്വൽ ടു 5. ഇപ്പോൾ 2 എക്സ്പ്രഷനെ കമ്പൈൻ ചെയ്യിച്ചുള്ള റിസൾട്ടാണ് എന്തിൽ വരിക? ലോജിക്കൽ എക്സ്പ്രഷൻസിൽ വരിക. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കൂ. 4 ഗ്രേറ്റർ ദാൻ 5 ആൻഡ് 7 ഈക്വൽ ടു 7. 4 ഗ്രേറ്റർ ദാൻ 5 ആണോ? അല്ല. അപ്പോൾ ഇവിടെ എന്താ റിസൾട്ട് വരിക? ഫോൾസ് ആണ്. ഫോൾസ് എന്ന് പറയുമ്പോൾ 0 ആണ് വരിക. ആൻഡ് 7 ഈക്വൽ ടു 7 ആണോ? ആണ്. അപ്പോൾ 0 ആൻഡ് 1 എന്താ? ട്രൂ എന്ന് പറയുമ്പോൾ 1 എന്ന് പറയൂ കേട്ടോ. ഫോൾസ് എന്ന് പറയുമ്പോൾ 0. 0 ആൻഡ് 1 എന്ന് പറയുമ്പോൾ ആൻഡ് ഓപ്പറേറ്ററിന് പ്രത്യേകത ഉണ്ട്. 2 റിസൾട്ടും 1 ആണെങ്കിൽ മാത്രമേ റിസൾട്ട് 1 ആവുള്ളൂ. 1 എന്ന് പറയുമ്പോൾ ട്രൂ. രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ റിസൾട്ട് എന്താവുള്ളൂ? ട്രൂ ആവുള്ളൂ. ഏതെങ്കിലും ഒരാൾ ഫോൾസ് ആയാൽ റിസൾട്ട് എന്താ വരിക? ഫോൾസ്. ഇവിടെ ഈ കേസിൽ ഇത് ഫോൾസ് ആണ്. സ്വാഭാവികമായിട്ട് റിസൾട്ട് എന്തായി? ഫോൾസ് ആയി. ഇനി ഇവിടെ ഓർ ഓപ്പറേറ്റർ ആണെന്ന് വിചാരിക്കൂ. ഓറിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി, റിസൾട്ട് എന്താവും? ട്രൂ ആവും. ഇവിടെ 4 ആൻഡ് ഗ്രേറ്റർ ദാൻ 5 ഓർ ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? ഇത് ഫോൾസ് ആണെങ്കിലും ഇത് ട്രൂ ആയതുകൊണ്ട് റിസൾട്ട് എന്താ വരിക? ട്രൂ ആണ്. അതാണ് ആൻഡ് ഓപ്പറേറ്ററും ഓർ ഓപ്പറേറ്ററും തമ്മിലുള്ള വ്യത്യാസം. ഒന്നുകൂടെ പറയാം. ആൻഡ് ഓപ്പറേറ്ററിൻ്റെ കേസിൽ രണ്ട് കണ്ടീഷൻസും എന്തായിരിക്കണം? ട്രൂ ആയാലേ റിസൾട്ട് എന്താവുള്ളൂ? ട്രൂ ആവുള്ളൂ. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആയാൽ റിസൾട്ട് എന്താണ്? ഫോൾസ് ആണ്. ഓർ ഓപ്പറേറ്ററിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ട്രൂ ആയാൽ മതി, റിസൾട്ട് എന്തായി മാറും? ട്രൂ ആയി മാറും. രണ്ട് കണ്ടീഷനും ഫോൾസ് ആയാലേ റിസൾട്ട് എന്താവുള്ളൂ? ഫോൾസ് ആവുള്ളൂ. ഓക്കെ, ഒരാളും കൂടെ ഉണ്ട്, നോട്ട്. നോട്ടിൻ്റെ പ്രത്യേകത അത് യൂണറി ഓപ്പറേറ്ററാണ്. അതിന് ഒരു കണ്ടീഷൻ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോട്ട് 3 ഗ്രേറ്റർ ദാൻ 4 നോക്കുക. നോട്ട് 3 ഗ്രേറ്റർ ദാൻ 4 എന്ന് പറയുമ്പോൾ 3 ഗ്രേറ്റർ ദാൻ 4 റിസൾട്ട് എന്താ? ഫോൾസ്. പക്ഷെ നോട്ട് വരുമ്പോൾ എന്താണ്? ട്രൂ ആയിരിക്കും. പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആളാണ് നോട്ട്. മനസ്സിലായോ? ഓക്കെ, സോ ഇത്രയാണ് റിലേഷണൽ എക്സ്പ്രഷൻസ്. ഇപ്പോൾ എക്സ്പ്രഷൻ നമ്മൾ 3 പറഞ്ഞു. ഏതൊക്കെയാണ്? അരിത്തമെറ്റിക് എക്സ്പ്രഷൻ, റിലേഷണൽ എക്സ്പ്രഷൻ, ലോജിക്കൽ എക്സ്പ്രഷൻസ്.